ചെങ്ങന്മാരെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ കാക്കത്തറം ഭാഗത്താട്ടോ. പെരുവള പഞ്ചായത്ത് കാക്കത്തറം ഭാഗത്താണ്. ഇത് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. എന്താ നമുക്ക് നോക്കല്ലേ. ഒരുപാട് കാര്യങ്ങളുണ്ട്. പാവപ്പെട്ട എത്തിയും കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി, ആശ്വാസ് പദ്ധതി വാങ്ങാൻ കാശില്ലാത്തവർക്ക് മരുന്നിന് ചെറിയൊരു തുക മാസം എത്തിക്കുന്ന ഈ മാസത്തിൽ ഇന്നലെ അത് പൂർത്തീകരിച്ചു. നാട്ടുകാരും കാരണന്മാരൊക്കെ സഹായം വേണം, നമ്മളോട് സഹകരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട കുഞ്ഞാക്കുട്ടിയാക്കയാണ് ഈ കിണർ ഉദ്ഘാടനമായിട്ട് ചെയ്യാൻ പോകുന്നത്. എഞ്ചിനീയർ മൊയ്തീൻകുട്ടിയാക്ക, അബോക്ക, പി ബഷീർ, ഓസ്കാർ പടയണിയുടെ ഉപദേശക സമിതി അംഗം പൊന്നമാറ്റൽ സൈതാക്ക, അതുപോലെ തന്നെ ലത്തീഫ, ഓസ്കാർ പടയണിയുടെ പ്രസിഡന്റ്, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ഉറവിൻ അഷ്റഫിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സ്നേഹം നിറഞ്ഞ കുഞ്ഞാക്കുട്ടിയാക്ക, ചുക്ലിയ പോക്ക, മൊയ്തീൻകുട്ടിയാക്ക, ബഷീർക്ക, മാഷ്, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ന് 2 മാസങ്ങൾക്ക് മുമ്പ് കുഞ്ഞാക്കുട്ടിക്ക് തന്നെ ഉദ്ഘാടനം നിർവഹിച്ച് തുടങ്ങിയ കിണർ അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് അതിന് ആ കുടുംബത്തിന് സമർപ്പിക്കുന്ന ചടങ്ങിലാണ് ഉള്ളത്. ഓസ്കാർ പടയണി അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങളിലൂടെ പറഞ്ഞു. ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നമ്മളാൽ കഴിയുന്ന, ഞങ്ങൾ തന്നെ പറയാറുള്ള, ഞങ്ങൾ മെമ്പർമാർ തന്നെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. 50 കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ നാളെ റബ്ബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടായ്മയാണ് ഈ പടയണി എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലില്ല. പ്രിയപ്പെട്ട ചുക്ലി സലാംക്കയെ പോലുള്ള, പി കെ നാസർക്കയെ പോലുള്ള ആളുകളുടെ അകമഴിഞ്ഞ സഹായം നമ്മുടെ പ്രവർത്തനങ്ങളെ ഒരുപാട് തലങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമുക്ക് പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ആരെയും വിളിക്കേണ്ട. മറ്റാൾ മാതൃകയാക്കണമെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴാണ് അതൊരു മാതൃകയായി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾ കടന്നു വരിക. അതുകൊണ്ടാണ് ഞങ്ങൾ അത്തരം പ്രവർത്തനങ്ങളും ഇതുപോലെയുള്ള ചടങ്ങുകളും സംഘടിപ്പിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഓസ്കാർ പടയണി മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തനം മരണപ്പെട്ടപ്പോൾ ആ കുടുംബത്തിലെ കൊച്ചു മക്കൾക്ക് ഞങ്ങൾ 5 വർഷത്തെ അവരുടെ കുടുംബത്തിൻ്റെ ചെലവിലേക്ക് ഞങ്ങളൊരു സംഖ്യ ഞങ്ങൾ നൽകുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. പിന്നെ 2 സന്തോഷങ്ങളാണ് എനിക്ക്. ബലിപെരുന്നാളിൻ്റെ സന്തോഷം, അതേപോലെ തന്നെ ഞാനിപ്പോൾ കിണർ കണ്ടു. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ശുചിച്ചുള്ള ഒരു കിണർ വെള്ളം, അത് നമുക്ക് വളരെ സന്തോഷമാണ്. നമുക്ക് ഒരുപാട് സമ്പത്തും അതേപോലെ തന്നെ ഭൂമി ഉണ്ടായിട്ട് കാര്യമില്ല. അള്ള കനിഞ്ഞ് നൽകുന്ന ചില സംഗതികളുണ്ട്, അതിൽപ്പെട്ടാണ് വെള്ളം. നമ്മുടെ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ഒരുപാട് പറമ്പൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന നമുക്ക് കാണാം. പക്ഷേ ഇത് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു കിണറൊക്കെ സന്തോഷമുണ്ട്. അതിന് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രതിഫലം ഉണ്ടാകട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ സമീപിക്കുന്നു. അസ്സലാമു അലൈക്കും. ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. സ്വഹാബിയുടെ ഉമ്മ മരിച്ചു. അപ്പോൾ ആ സ്വഹാബി കണ്ണീരും വീട്ടുമായി തന്നെ കഴിഞ്ഞ് പോകുമ്പോൾ നബിസല്ലാസ്മകളെ അടുത്ത് ചെന്ന് ചോദിച്ചു, എൻ്റെ ഉമ്മ മരിച്ചു, ഉമ്മാൻ്റെ നല്ലവഗുണത്തിന് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്താണ് റസൂലേ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴേ, കൂടുതൽ ആളുകൾക്ക് ഉപകരിക്കുന്ന സ്ഥലത്ത്, നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് ഒരു കിണർ കുഴിച്ചു കൊടുക്കും, അത് മതി. പിന്നെ ഉമ്മയുടെ ഭരണാഭിമാനത്തിൽ എന്ന് പറഞ്ഞ് അങ്ങനെ ആ സ്വഭാവം ചെയ്തു. അന്ന് തുടങ്ങിയതാണ് ഈ കിണർ കുഴിക്കൽ. ഈ കുഴിച്ചു കൊടുക്കുക വളരെ പുണ്യമുള്ള കാര്യമാണ്. ഉദ്യമത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്ന് നല്ലൊരു പ്രവർത്തനത്തിലാണ് ഉള്ളത്. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരുടെയും സർവാത്മകമായ പിന്തുണ ആവശ്യമുണ്ട്. അത് അത്തരം പ്രവർത്തനങ്ങൾക്ക് ഇതൊക്കെ ഒരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പണം ഈ നിർവഹിച്ച നല്ല സമർപ്പണമാണ്. നമുക്കറിയാം,
വീണ്ടും ഞാൻ അസ്ലാമൊക്കെ പറയുന്നത് അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്കുകൾ അത്തരത്തിലുള്ള വാക്കുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല, അള്ളാഹുവിൻ്റെ ഒരു പ്രതിഫലം മാത്രമാണ് ആഗ്രഹിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്താൻ അദ്ദേഹത്തിന് ദീർഘായുസ്സും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇതുവരെ നേടി നമുക്ക് അഭിമാനമായിട്ടുള്ള പ്രിയപ്പെട്ട നോക്കിയൊക്കെ അദ്ദേഹമാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ അതിനുവേണ്ടി ശ്രമിക്കുന്നു. കാരണം കോഴിക്കാർ പടയാളികൾ വലിയൊരു പുണ്യകർമ്മമാണ് ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലും വളരെ പ്രധാനം കൽപ്പിച്ച ഒന്നാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അത് നിങ്ങൾ എവിടെ കണ്ടാലും ആർക്കായാലും ആ സഹായം എത്തിച്ചു കൊടുക്കണം. പടയണിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു കാലയളവേ ആയിട്ടുള്ളൂ. ആ കാലയളവിനുള്ളിൽ തന്നെ രണ്ടാമത്തെ കുടിവെള്ളത്തിൻ്റെ പദ്ധതിക്കാണ് ഇവരൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നത്. ചെയ്ത പ്രവർത്തനത്തിൽ ഞങ്ങൾ പറയുന്നത് ജീവകാരുണ്യ രംഗത്ത് ഒരുപാട് രോഗികളായി കിടക്കുന്നവർക്ക് ചികിത്സ, ആ ചികിത്സയ്ക്ക് സഹായം, അതിൻ്റെ നേട്ടങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ക്ലബ്ബ് നമ്മുടെ കേരളത്തിനല്ല നമ്മുടെ ജില്ലയ്ക്ക് തന്നെ മാതൃകയാക്കാൻ നമുക്ക് കഴിയും. അതിന് അള്ളാഹു സാധിക്കും. അള്ളാഹു എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കും അള്ളാഹുവിൻ്റെ എല്ലാവിധ പ്രയാസവും ബുദ്ധിമുട്ടും ഒരു തടസ്സമില്ലാതെ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ നമ്മുടെ ഒരു ഒരു ക്ലബ്ബായി ഇതിനെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചു നിൽക്കുന്നു. ഓസ്കർ പടയണി കാക്കത്തടം നിർമ്മിച്ചു കൊടുത്ത കിണർ ഉദ്ഘാടന ചടങ്ങാട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആയിരുന്ന പിന്നെ കുട്ടിയാച്ചേട്ടോ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കിണർ രണ്ടാമത്തെ കിണറാട്ടോ, പദ്ധതി രണ്ടാമത്തെ കിണറാണ് നിർമ്മിച്ച് ഫുൾ ഫിനിഷ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. നമ്മളെ ഷെരീഫിക്ക എല്ലാവർക്കും വേണ്ടി നന്ദി പറയുകയാണ്. ഈ കിണറൊക്കെ ഒന്ന് നോക്കില്ലേ, എന്താ തെളിഞ്ഞ ക്ലിയർ വെള്ളമല്ല, ഏകദേശം മുകളിൽ വരെ വെള്ളമായിട്ടുണ്ടോ, നല്ല വെള്ളം. അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.